1989 പാർലമെൻറ്റ് ഇലക്ഷൻ സമയത്തെ പോസ്റ്റൽ വോട്ട് തിരുത്തിയെന്ന് ജി സുധാകരൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ പ്രസ്താവിച്ചു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ തന്നെ ഇതിനെ സംബന്ധിക്കുന്ന ഒരു ഉത്തരവിട്ടു. ആലപ്പുഴ ജില്ലാ കളക്ടർ, ജില്ലാ പ്രിസൈഡിംഗ് ഓഫീസറാണ് ജില്ലാ കളക്ടർ, ഇതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു മൊഴി രേഖപ്പെടുത്താനും അങ്ങനെ അതിനകത്തൊരു കോഗ്നിസബിൾ ഒഫൻസ് ആണ് റിവീൽ ചെയ്തിരിക്കുന്നത്. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അതിനൊരു നിയമ നടപടിക്ക് എടുക്കണമെന്നുള്ള ശുപാർശയോടുകൂടിയാണ് കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ ആ നടപടി സ്വീകരിച്ചത്. ഇലക്ഷൻ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരമുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിന് ഇലക്ഷൻ സമയത്ത് അദ്ദേഹത്തിൻ്റെ നിയമ നടപടികളെ സിവിൽ കോടതിയുടെ നടപടിക്രമം അനുസരിച്ച് അത്രയും അധികാരം കൈകാര്യം ചെയ്യുന്ന ഓഫീസറാണ്. ജില്ലാ തലത്തിലുള്ള ഇലക്ഷൻ ഓഫീസർ കളക്ടറുമാണ്. ജി സുധാകരൻ്റെ ഇപ്പോഴത്തെ പ്രസ്താവന 1989 പാർലമെൻറ്റ് ഇലക്ഷൻ സമയത്ത് അവിടെ ബാലറ്റ് പേപ്പർ അല്ലെങ്കിൽ പോസ്റ്റലായിട്ട് വന്നിരിക്കുന്ന പോസ്റ്റൽ വോട്ടിൻ്റെ അത് പൊട്ടിച്ച് പരിശോധിച്ചു എന്നുള്ളതാണ്. അതിനുള്ള ഒരു അധികാരം അവർക്കാർക്കുമില്ല. അത് ഇലക്ഷൻ വോട്ടിംഗ് സ്ഥലത്ത് ഉള്ള ഒരു കൗണ്ടിംഗ് ആണ്. അതിനു മുമ്പ് അതാരും കാണാൻ പാടില്ല, അതിനു മുമ്പ് അതാരും കൈകാര്യം ചെയ്യാൻ പാടില്ല, അതാരും പരിശോധിക്കാനും പാടില്ല. അപ്പോൾ 1989 ഇലക്ഷൻ സമയത്ത് ഇതൊരു മാൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ഒഫൻസ് ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ് അത് NGO യൂണിയൻ്റെ അവിടെ പ്രസംഗിച്ചത്. അത് കുറ്റകരമാണ്. കാരണം റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് പീപ്പിൾസ് ആക്ട് 1951 പ്രകാരമാണ് ഇലക്ഷൻ നടക്കുന്നത്. അതിനകത്തെ 136 വകുപ്പ് അനുസരിച്ച് ഒരു ഓഫീസർ ഈ രീതിയിലുള്ളൊരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ 6 മാസത്തെ തടവാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ബ്രീച്ച് ഓഫ് ഒഫീഷ്യൽ ഡ്യൂട്ടിയാണ് 134 ഈ ഇലക്ഷൻ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് പീപ്പിൾസ് ആക്ടിൻ്റെ 51 പ്രകാരം. അത് 134 അനുസരിച്ച് ബ്രീച്ചസ് ഓഫ് ഒഫീഷ്യൽ ഡ്യൂട്ടിയാണ്. അതുകൂടാതെ ചീഫ് ഇലക്ടറൽ ഓഫീസറുണ്ട്. അദ്ദേഹത്തിൻ്റെ RP ആക്ട് അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് പീപ്പിൾസ് ആക്ട് പ്രകാരം 13A പ്രകാരം നടപടിയെടുക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അതുതന്നെയല്ല ഇതിനകത്ത് നമുക്കറിയാം ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചും ഒഫൻസസ് നിൽക്കും. കാരണം ഇതിനകത്തൊരു അദ്ദേഹം പറഞ്ഞതുപോലെ ആ ഇലക്ഷനിലെ ആ ബാലറ്റ് പേപ്പർ, പോസ്റ്റൽ ബാലറ്റ് പേപ്പർ വേറൊരാൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും കറക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എണ്ണി നോക്കുകയില്ല ചെയ്താലും ശരി, അൺഓതറൈസ്ഡ് ആൾക്കാരുടെ കയ്യിൽ വന്നാൽ അതൊരു ക്രിമിനൽ കോൺസ്പിറസിയുടെ ഫലമായിട്ടാണെങ്കിൽ 120B അനുസരിച്ചുള്ള ഇന്ത്യൻ പീനൽ കോഡ് അതിന് കറസ്പോണ്ടിങ് ആയ BNS സെക്ഷൻ അനുസരിച്ച് ഓഫൻസ് നിൽക്കും. അത് 1989 ആയതുകൊണ്ട് 120B IPC പ്രകാരമുള്ള കേസ് നിൽക്കും. അതുകൂടാതെ ഈ IPC 171 പ്രകാരം C&D ഫ്രോഡുലായിട്ട് ഏതെങ്കിലും ഒരു മാർക്ക് മാറ്റുകയോ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുകയോ ഒഫീഷ്യൽ മാർക്ക് മാറ്റുകയോ ഒക്കെ ചെയ്യുന്നത് കുറ്റകരമാണ്. അത് 171 IPC പ്രകാരം IPC C പ്രകാരം കുറ്റകരമാണ്. അത് ഒരു അതോറിറ്റി ഇല്ലാതെ അത് കൈകാര്യം ചെയ്ത് ഇതുപോലെ ടാമ്പർ ചെയ്താൽ IPC 171D പ്രകാരവും കുറ്റകരമാണ്. അതൊക്കെ 2 വർഷം വരെ തടവ് ശിക്ഷ കിട്ടുന്നതാണ്. ഏതായാലും ആ ഒരു വെളിപ്പെടുത്തൽ നിയമപരമായിട്ട് അത് അദ്ദേഹം പറഞ്ഞ എന്തർത്ഥത്തിലാണ് എന്തുദ്ദേശത്തിലാണ് നമുക്കറിയത്തില്ല. അദ്ദേഹം ഇപ്പം മലക്കം മറിഞ്ഞു ആ സ്റ്റേറ്റ്മെൻറ്റ്, അത് ഭാവന കൂടിയതുകൊണ്ട് പറഞ്ഞതാണ് എന്നും പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. ഏതായാലും 1989 പാർലമെൻറ്റ് ഇലക്ഷനിലെ ഒരു കുറ്റം ആണ് ഇപ്പം വെളിപ്പെടുത്തിയതെങ്കിൽ അത് തീർച്ചയായിട്ടും അന്നത്തെ ബാലറ്റ് പേപ്പർ എവിടെയുണ്ട്, പോസ്റ്റൽ പേപ്പർ എവിടെയുണ്ട്, ആലപ്പുഴയിൽ തന്നെ കാണും, അല്ലെങ്കിൽ ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ സെൻട്രൽ ഓഫീസിൽ തന്നെ അത് സൂക്ഷിക്കണം എന്നാണ് നിയമം. അത് അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇമ്മീഡിയറ്റായിട്ട് ഈ വിവരം പറഞ്ഞ ഉടൻ തന്നെ ഇലക്ഷൻ കമ്മീഷൻ നടപടിയെടുത്തു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ജുഡീഷ്യൽ പവറുള്ള ആളാണ്. ഇമ്മീഡിയറ്റായിട്ട് നടപടിക്ക് വന്നു. എൻഡോഴ്സ് ചെയ്ത് ആലപ്പുഴ കളക്ടർ കൊടുത്തു. അവിടുത്തെ ഒരു തഹസീൽദാർ അത് വന്ന്
ജി സുധാകരൻ്റെ മൊഴിയും രേഖപ്പെടുത്തി. മൊഴിക്കകത്ത് എന്താണെന്ന് അറിയില്ല നമുക്ക്. വെളിയിൽ വരുന്ന വാർത്തകൾ അദ്ദേഹം ഭാവന കൂടിയതുകൊണ്ട് അങ്ങനെ അങ്ങ് പറഞ്ഞു പോയി, ചിലപ്പോൾ ഒരു ടച്ച് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ആൾക്കാരെ ഒന്ന് കൊതിപ്പിക്കാനോ ആൾക്കാരോട് ഒന്നുകൂടെ ചർച്ച ചെയ്യാനോ വേണ്ടിയിട്ടാണ് താൻ അത് ചെയ്തത്. കാരണം ഇലക്ഷനൊക്കെ കൃത്യമായിട്ട് സത്യസന്ധമായി ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർക്കൊരു വാണിംഗ് കൊടുത്തതാണെന്നൊക്കെ അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ മെൻ്റൽ കണ്ടീഷൻ എന്താണെന്ന് നോക്കണം. 1989 ഒരു സംഭവമാണ് പറയുന്നത്. ഏകദേശം 36 വർഷത്തോളം മുമ്പുള്ള ഒരു സംഭവമാണ്. കാലഹരണപ്പെട്ടു പോയ സംഭവമാണ്. 30 years ആകുമ്പോൾ സിവിൽ നിയമം അനുസരിച്ച് കാലഹരണപ്പെട്ടു പോകും. അങ്ങനെ വന്നതാണോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓഫൻസ് നിലനിൽക്കത്തില്ല. കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാരം എന്ന് പറയുന്നത് ഒരു സിവിൽ കോടതിയുടെ അധികാരം തന്നെയാണ്. സിവിൽ നിയമം അനുസരിച്ച് 30 years കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു ഓഫൻസ് നിലനിൽക്കുമോ ഇല്ലയോ ഉള്ള കാര്യം അതും പരിശോധിക്കേണ്ടിവരും. കാരണം ഇത് സിവിൽ നിയമത്തിൻ്റെ പരിധിയിലും ഒഫൻസുകളിൽ IPCയുടെ പരിധിയിലുമൊക്കെ വരുന്ന നടപടിക്രമങ്ങളെല്ലാം സിവിൽ കോടതിയുടെയാണ്. അതേസമയത്ത് കുറ്റകരമല്ല ഇന്ത്യൻ പീനൽ കോഡിൻ്റെ അനുസരിച്ചാണ്. ഏതായാലും ആ നടപടിക്രമം കൃത്യമായിട്ട് മുന്നോട്ട് പോയതാണെന്ന് പറഞ്ഞാൽ IPC ഒഫൻസുള്ള കുറ്റങ്ങൾ നിലനിൽക്കത്തുമില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അടുത്ത നടപടി അദ്ദേഹം കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാനായിട്ട് ഇലക്ഷൻ കമ്മീഷന് കഴിയുകയുള്ളൂ.